ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം ആര് എന്നുള്ള ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെ എന്ന് വേദശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു. വളരെ ബ്രീഫായിട്ട്, വളരെ ചുരുക്ക രൂപത്തിലാണ് നമ്മളിത് ഈ ഉപദേശങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ, ഒരു ക്രിസ്ത്യാനി എസെൻഷ്യലി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് വേഗത്തിൽ പരാമർശിച്ചു പോകുന്ന ഒരു പഠന പരമ്പരയാണിത്. ഇത് വളരെ ദീർഘമായ പഠനങ്ങളല്ല, ഡിബേറ്റുകൾ പോലെയുള്ള വളരെ ഗഹനമായ ചോദ്യങ്ങളുത്തരങ്ങളൊന്നും പറയാനുള്ളൊരു ടൈമല്ല. വളരെ ചുരുക്കമായിട്ട് എന്താണ് ക്രിസ്ത്യ ഉപദേശമെന്ന് വ്യക്തമാക്കുവാനുള്ള പരിശ്രമമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തൃത്വത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ത്രിയേക ദൈവം എന്ന ഉപദേശം നമ്മുടെ രക്ഷയ്ക്ക് വളരെ നിർണായകമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായി. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടു എന്ന് പറയുന്നതിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹം നിഴലിക്കുന്നു. ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു ആക്ട് ഓഫ് സെൻഡിങ് ഹിസ് ഓൺ സൺ അത് തെളിയിക്കുന്നു. അതേസമയത്ത് യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ് എങ്കിൽ അതിൽ പിതാവിൻ്റെ സ്നേഹമൊന്നും അത്തരം പ്രതിഫലിക്കുന്നില്ല. കാരണം ഒരു സൃഷ്ടിയെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ദൈവത്തിന് നിസ്സാരമാണ്, വീണ്ടും സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന് അതൊരു വലിയ സ്നേഹമെന്നും നമ്മളോട് പറയാൻ പറ്റത്തില്ല. ദൈവം തൻ്റെ പുത്രനെ എന്ന് പറയുമ്പോൾ ഏകപുത്രനെ, വേറെ ഒരു പുത്രൻ ഉണ്ടാവുകയില്ല. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് ഈസ് യുണീക്ക്, ഈസ് നോട്ട് എ ക്രിയേഷൻ. അപ്പോൾ ക്രിയേഷൻ ആയിരുന്നു എങ്കിൽ ഗോഡ് കുഡ് ഈസിലി ഹാവ് ക്രിയേറ്റഡ് അനദർ ക്രൈസ്റ്റ്. പക്ഷെ അത് പോസിബിൾ അല്ല. അതെന്തുകൊണ്ട് പോസിബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് പെർഫെക്റ്റ് ആൻഡ് എറ്റേണൽ. അതുകൊണ്ടാണ് കർത്താവ് ദൈവമെന്ന് കൺഫസ് ചെയ്തില്ലെങ്കിൽ, യേശുക്രിസ്തു ദൈവമെന്ന് കൺഫസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം, ഈ രക്ഷയുടെ ഏറ്റവും വലിയ ടൈറ്റിൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ രക്ഷ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായി നമുക്കതിനെ ആരാധന ദൈവത്തിന് നൽകാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തൃത്വോപദേശം, ത്രിയേക ദൈവം എന്ന ഉപദേശം, ആ പേരൊരു പക്ഷേ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും ആ കണ്ടൻറ്റ് ഓഫ് ദാറ്റ് ഡോക്ട്രിൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച്, അതായത് ദൈവത്തിൻ്റെ ബീയിങ്ങിനെ കുറിച്ചല്ല, നമ്മൾ ദൈവം ആര്, ഹൂ ഈസ് ഗോഡ് എന്നുള്ള വിഷയത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 സെഷൻസിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ്. എന്താണ് ദൈവം എസെൻഷ്യലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സ്വഭാവം എന്താണ്? നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ആദ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൃഷ്ടിയാണ്. ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ബൈബിളിൽ അനേകം വാക്യങ്ങളിലത് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അതുപോലെ അനേകം വാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 33 പറയുന്നത് ദൈവം തൻ്റെ വചനത്താൽ, ബൈ ദ വേർഡ് ഓഫ് ദ ലോർഡ് ദ ഹെവൻസ് വെയർ മെയ്ഡ്, ദൈവം തൻ്റെ ശബ്ദത്താൽ, തൻ്റെ വചനത്താൽ ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈബിളിൽ പല സ്ഥലത്തും ദൈവം ശബ്ദം ഉപയോഗിച്ച്, അതായത് ക്രിയേറ്റീവ് വോയിസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാകട്ടെ എന്നുള്ളൊരു കൽപ്പനയിലൂടെ, ഡിക്രിയിലൂടെ ഇതിനെല്ലാം ഉണ്ടാക്കി. ഈ കാണാത്ത ഇല്ലാതിരുന്ന എല്ലാറ്റിനെയും ദൈവം ഇല്ലായ്മയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ അനേകം വാക്യങ്ങളുണ്ട്. യോഹന്നാൻ 1 പറയുന്നു, ഉണ്ടായതെല്ലാം അവനിലൂടെ ഉണ്ടായതാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. എല്ലാ കാര്യങ്ങളും എന്ന് ഊന്നി പറയപ്പെടുന്ന അനേകം വാക്യങ്ങൾ ബൈബിളുണ്ട്. എബ്രായ ലേഖനം 11 അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 17:3 18:24 ഇങ്ങനെ അനേകം വാക്യങ്ങളുണ്ട്. കൊളോസ്യർ 1:16 പറയുന്നത് എല്ലാം അവനായും അവനാലും സൃഷ്ടിക്കപ്പെട്ടു, കാണുന്നതും കാണപ്പെടാത്തതുമായത് സകല അധികാരങ്ങളും യേശുക്രിസ്തുവിനായും യേശുക്രിസ്തുവിലൂടെയും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഇതേ ടീച്ചിങ് നമുക്ക് വേദപുസ്തകത്തിൽ പല സ്ഥലത്ത് കാണാം. വേദപുസ്തകത്തിൽ പല സ്ഥലത്ത് ഇതേ സൃഷ്ടി എങ്ങനെയാണ് ദൈവം ചെയ്തതെന്നുള്ളതും ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സംശയം നമുക്ക് ഒരു തരത്തിലും വേദപുസ്തകത്തിൽ നിന്നില്ല. സൃഷ്ടി ആരാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച്, അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചും യാതൊരു സംശയവുമില്ല. അത് ദൈവം തൻ്റെ ശബ്ദത്താൽ, തൻ്റെ വചനത്തിലൂടെ സൃഷ്ടിച്ചുവെന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകം വാക്യങ്ങൾ ഇതിനായിട്ടുണ്ട്. ഇത് നമ്മൾ എസെൻഷ്യലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്പിരിച്വൽ യൂണിവേഴ്സിനെ ദൈവം സൃഷ്ടിച്ചു, ഒരു ആത്മീക ലോകം. നമ്മൾക്ക് കാണാൻ പറ്റാത്തൊരു ലോകത്തെ, കാണുന്നതിനെ മാത്രമല്ല ദൈവം സൃഷ്ടിക്കുന്നത്, കാണാത്തതിനെയും കൂടെയാണ്. അപ്പോൾ
അത് എപ്പോഴാണ് അതിൻ്റെ ടൈം എന്നൊന്നും നമുക്കറിയില്ലെങ്കിലും ദൈവം അദൃശ്യ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചു എന്ന റെവലേഷൻ വെളിപ്പാട് 10:6 അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 4:24 എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. യു മെയ്ഡ് ഹെവൻ എന്ന് വളരെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 9:6 പറയുന്നുണ്ട്. അനേക സ്ഥലങ്ങളിൽ ഈ സ്പിരിച്വൽ യൂണിവേഴ്സിൻ്റെ സൃഷ്ടി, ദൂതന്മാരുള്ള എന്താ പറയുക, നമുക്ക് അദൃശ്യമായ കാര്യങ്ങളുള്ള, നമുക്ക് ദൃശ്യമായ പ്രപഞ്ചത്തെ മാത്രമല്ല അദൃശ്യമായ പ്രപഞ്ചത്തെയും ദൈവം തന്നെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഏഞ്ചലിക് ബീയിങ്സും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ സ്വർഗവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ നമുക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള സ്പിരിച്വൽ യൂണിവേഴ്സിനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വരുത്തുന്നൊരു മിസ്റ്റേക്ക്, നല്ല മനുഷ്യർ, നല്ലപോലെ ഉപദേശം അറിയാവുന്നവർ പോലും പ്രാർത്ഥിക്കുമ്പം സ്വർഗമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. സ്വർഗം പ്രവർത്തിക്കുമാറാകട്ടെ എന്നൊക്കെ. ഈ സ്വർഗം ഒന്നും ചെയ്യുകയില്ല. സ്വർഗം ഈസ് എ ക്രിയേഷൻ. സ്വർഗം അല്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥന കേൾക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് വളരെ തെറ്റായൊരു പ്രയോഗമാണ്. നമ്മൾ പിതാവായ ദൈവത്തോടല്ലാതെ സ്വർഗത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സ്വർഗം ഒരു സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ച അനേകം സ്പിരിച്വൽ ക്രിയേഷൻസിലൊന്നാണ് സ്വർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ് നിഹിലോ, ഔട്ട് ഓഫ് നത്തിങ്. എക്സ് നിഹിലോ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ഔട്ട് ഓഫ് നത്തിങ് എന്നാണ്. ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് എക്സ് നിഹിലോ. അത് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാം സൃഷ്ടിച്ചു. എന്നാൽ ആദമിനെ ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നല്ല സൃഷ്ടിക്കുന്നത്. അതാണ് ഒരു സ്പെഷ്യൽ ക്രിയേഷൻ, ഡയറക്റ്റ് ക്രിയേഷൻ. ആദമിനെ ഹവ്വയെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? അവിടെ 2 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. ഒന്ന്, ഉൽപ്പത്തി 2:7 പറയുന്നത് ദൈവം മനുഷ്യനെ ഡസ്റ്റിൽ നിന്ന് ഉണ്ടാക്കി, മണ്ണിൽ നിന്നുണ്ടാക്കി. അത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു. ഇതാണ് നമ്മൾ 2:7 ഉൽപ്പത്തി പുസ്തകം 2:7 കാണുന്നത്. അപ്പം മനുഷ്യനായി. ഇനി എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? 2:21 കാണുന്നത് മനുഷ്യനൊരു ഗാഠനിദ്ര ദൈവം വരുത്തി. എന്നിട്ട് ദൈവം ഹവ്വയെ ആദമിൻ്റെ ശരീരത്തിൽ നിന്നെടുത്തു. അത് 2:21 പറയുന്നുണ്ട്. ഒരു വാരിയലെടുത്ത് ദൈവം സ്ത്രീയാക്കി മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദം ഇത് കണ്ടിട്ട് എൻ്റെ അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു നമുക്ക് കാണാം. അപ്പോൾ ഈ 2 സൃഷ്ടികളും ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞല്ല ചെയ്തത്. ദൈവത്തിൻ്റെ ഒരു അധ്വാനം, ദൈവത്തിൻ്റെ കൈകൊണ്ടുള്ളൊരു മെനയൽ, ഒരു രൂപപ്പെടുത്തൽ ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, ദൈവം അവന് വേണ്ടി ഒരു ആലയത്തെ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് വസിക്കാനുള്ള ഒരു ആലയം, ആത്മാവായ ദൈവത്തിന് വസിക്കാനുള്ള ഒരു ആലയത്തെ ദൈവം മെനഞ്ഞെടുക്കുകയായിരുന്നു. ഒരാലയത്തെ സൃഷ്ടിക്കുന്നവർ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം എന്ന് പറയുന്ന പോലെ ആത്മാവ്, ദേഹി, ദേഹം, അതേ സ്ട്രക്ചറിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഒരു ദേവാലയം പോലെയാണ് മനുഷ്യൻ്റെ സൃഷ്ടി. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന പോലെയാണ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ ആന്തരികമായ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ ഞാനെന്ന വ്യക്തിയുടെ അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ ആത്മാവിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ എന്താണോ അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചറും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെനഞ്ഞെടുക്കൽ മനുഷ്യൻ എത്ര പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് എന്ന് കാണിക്കുന്നു. അപ്പോൾ ആദമിൻ്റെ ഹവ്വയുടെ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഇവോൾവ് ചെയ്ത് വരുന്നതല്ല, അത് രൂപപ്പെട്ടു വരുന്നതാണ്. രൂപപ്പെട്ടു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൈകളാൽ മെനഞ്ഞെടുത്ത് ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത മണ്ണിൽ നിന്നും ജീവൻ കൽപ്പിച്ചുണ്ടാക്കിയ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാവുന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ടൈം എന്നുള്ളത് കൊണ്ട് ടൈമിനൊരു തുടക്കമുണ്ട്. അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന കാര്യമല്ല, ടൈമിനൊരു എൻഡും ഉണ്ട്. കാരണം ദൈവം സൃഷ്ടിച്ചത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യവും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, എറ്റേണൽ അല്ല. അപ്പോൾ ടൈം ഈസ് നോട്ട് എറ്റേണൽ. ടൈം ഒരു ലിമിറ്റഡ് പീരീഡാണ് ഈ ടൈം എന്ന് പറയുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ. അത് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വേദപുസ്തകം കാണിക്കുന്നുണ്ട്. ഗോഡ് ക്രിയേറ്റഡ് ടൈം. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. സമയം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ? ടൈം ഇല്ലാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ?
ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം. ഇത് എന്താണ് ഈ സമയം എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, മിക്കവാറും ഒത്തിരി ഫോർമുലകളിലെല്ലാം ഈ ടൈമുണ്ട്. പക്ഷെ എന്താണ് ഈ ടൈം എന്ന് പറയുന്ന സാധനം? ഗോഡ് ക്രിയേറ്റഡ് ടൈം ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ക്രിയേഷനാണ്. ഇൻ ദ ബിഗിനിങ് എന്ന് ദൈവം പറയുന്ന ആ ശബ്ദമാണ്. ആ ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻ ദ ബിഗിനിങ് തുടങ്ങി, അവിടെയാണ് ടൈം തുടങ്ങുന്നത്. അവിടെ തൊട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോൾ ടൈം ഈസ് ദ ഫസ്റ്റ് ക്രിയേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും ഈ സൃഷ്ടിയിൽ പങ്കാളികളാണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് പരിവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഉൽപ്പത്തിയിലെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. സൃഷ്ടിയെല്ലാം പുത്രനിലൂടെയാണ് നടന്നത്, വേർഡ് ആണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ സൃഷ്ടിയെക്കുറിച്ച് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. അതായത് സൃഷ്ടി ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. അതായത് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് സൃഷ്ടിയുമായി ബന്ധപ്പെട്ടല്ല ഉള്ളത്. പാന്തീസം എന്ന് പറയുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്ന പാന്തീസത്തിനകത്ത് അവർ പറയുന്നത് ദൈവം ഇതിൻ്റെ പാർട്ട് തന്നെയാണ്, സൃഷ്ടിയുടെ പാർട്ട് തന്നെയാണ്, സൃഷ്ടിയിൽ തന്നെ ദൈവമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ, എന്നാൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവം സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, സെപ്പറേറ്റ് ആണ്. എന്നാൽ ഈ സൃഷ്ടി എപ്പോഴും ദൈവത്തെ ആശ്രയിച്ചാണ് ചലിക്കുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് സൃഷ്ടിയുടെ സ്വഭാവം. അപ്പോൾ എല്ലാ സൃഷ്ടിക്കും നിലനിന്ന് പോകാൻ ദൈവത്തിൻ്റെ തുടർച്ചയായ പരിപാലനം ആവശ്യമാണ്. അപ്പോൾ ദൈവം സൃഷ്ടിയുടെ ഭാഗമാണ്, തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തീയ വിശ്വാസമല്ല. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവം പേഴ്സണൽ ദൈവമാണ്, അല്ലാതെ സബ്സ്റ്റൻസ് അല്ല. ദൈവം സബ്സ്റ്റൻസിനകത്തിരിക്കുന്ന ഒരാളല്ല. അതാണ് ക്രിസ്തീയ വിശ്വാസം. ഓക്കെ, അപ്പോൾ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ട ആ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. ദൈവമാണ് ഈ സൃഷ്ടിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാന്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെയാണ് ദൈവം ഉള്ളത്. പാന്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ തന്നെ, പ്രപഞ്ചത്തിൽ തന്നെ ദൈവം ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അതുപോലെ ഡ്യുവലിസം എന്ന് പറഞ്ഞൊരു ദുരുപദേശമുണ്ട്. ഇതൊക്കെ എപ്പോൾ ഇനി പിന്നെയും കയറി വരാൻ അറിയാൻ മേല. കാരണം ഒത്തിരി ദുരുപദേശം പണ്ട് ഇനി മേല വരില്ലെന്ന് വിചാരിച്ച് എല്ലാ അന്ത്യകാലത്ത് വന്നിട്ടുണ്ട്. ഡ്യുവലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് പോകുന്നു, പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ വഴിക്ക് പോകുന്നു. ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നില്ല, ദൈവത്തെ പ്രപഞ്ചം നിയന്ത്രിക്കുന്നില്ല. ഇതിന് ഡ്യുവലിസം എന്ന് പറയുന്നത്. രണ്ടും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള അനേകം ദുരുപദേശങ്ങൾ ഈ ക്രിസ്ത്യൻ ചർച്ചിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. പാന്തീസം ഒന്നും ക്രിസ്ത്യൻ ചർച്ചിനകത്ത് വന്ന ദുരുപദേശങ്ങളല്ല. പാന്തീസമൊക്കെ വേറെ മതങ്ങളുടെ ഉപദേശങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ഇനിയും നമ്മുടെ ചർച്ചുകളിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങളും വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്തിന് ദൈവം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ, ആരാണ് ദൈവമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചതെന്നാണ് വേദപുസ്തകം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 4:11 പറയുന്നത് കർത്താവിനുള്ളൊരു ആരാധനയാണ്. ആ ആരാധന എന്തുകൊണ്ടാണ്? നീ ഈ സകലതും സൃഷ്ടിച്ച ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധിക്കുന്നത്. യു ആർ വർതി യുവർ ലോർഡ് അവർ ഗോഡ് ടു റിസീവ് ഗ്ലോറി ആൻഡ് ഓണർ ആൻഡ് പവർ ഫോർ യു ഹാവ് ക്രിയേറ്റഡ് ഓൾ തിങ്സ്. എല്ലാം നിൻ്റെ കൈപ്പണിയാണ്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വണങ്ങുന്നു എന്നാണ്. സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന് വർഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ്, ഓണർ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവം എന്തിനും സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം തൻ്റെ മഹത്വം, താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ സൃഷ്ടിയിലൂടെ ദൈവം ചെയ്യുന്നത്. ഒരു കാര്യം നാം ഓർമ്മയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് നിർബന്ധമായിരുന്നില്ല ദൈവത്തിന്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. അതായത് ദൈവം ഒന്നും നിർബന്ധത്താൽ ചെയ്യുന്നില്ല. ചില ആൾക്കാരൊക്കെ പറയാം, ഞാൻ ദൈവത്തെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ ദൈവം ഒരിക്കലും നിർബന്ധത്താൽ പ്രഷറിൽ ആക്ട് ചെയ്യുന്ന ഒരാളല്ല ദൈവം. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് നിവൃത്തിയില്ലാതായി ദൈവം ചെയ്തു എന്നാണ്. പ്രിയ സഹോദരങ്ങൾ, ഒരിക്കലും അങ്ങനെയില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ ആ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനോട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ മാത്രമാണ് നിറവേറുന്നത്. അതായത് ദൈവത്തെ പ്രഷറിലാക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല, ദൈവത്തെ സമ്മർദ്ദത്തിലാക്കി ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിന് ഒരു നിർബന്ധവും ദൈവത്തിൻ്റെ മേലില്ല, നീ നിൻ്റെ മഹത്വം ഒന്ന് കാണിക്കുക, അങ്ങനെ നിർബന്ധമില്ല. ദൈവം സ്വന്തം ഇഷ്ടത്താൽ അത് കാണിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അത് ഹി വാസ് ഫ്രീ ടു ഡു ഇറ്റ്. വേണോ വേണ്ടയോ ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു. ഹിസ് വിൽ ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് എപ്പോഴും സ്വതന്ത്രമാണ്. സ്വതന്ത്രമായ ഇച്ഛയുള്ള ആളാണ് ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം, ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയും വളരെ നല്ലതായിരുന്നു. ദൈവം തന്നെ നല്ലതെന്ന് സർട്ടിഫൈ ചെയ്തതാണ് ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും.
ഓക്കെ, അതിൽ ഒന്നും മോശമായി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനായാലും ആരായാലും എല്ലാം നന്നായിരുന്നു, നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ദൈവം അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചത്. ഇനി നമ്മൾ കാണേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സൃഷ്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ഇന്ന് മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രം വിലമതിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പുതിയൊരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. എവല്യൂഷൻ എന്നുള്ളൊരു തിയറിയിലൂടെയാണ് ഈ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അനേകം തിയറികളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന എവല്യൂഷൻ എന്നുള്ള ഒരു പ്രതിഭാസത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു എവല്യൂഷൻ പ്രോസസ്സിലൂടെ ഉണ്ടായി എന്നാണ് ശരിക്കും ശാസ്ത്രം പറയുന്നത്. അത് ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നൊരു AD 1500 മുതൽ വളരെ റാപ്പിഡായിട്ട് ഉള്ളൊരു വളർച്ച ശാസ്ത്രത്തിനുണ്ടായി. ശാസ്ത്രത്തിൻ്റെ മെത്തഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റുന്ന രീതികളല്ല. ശാസ്ത്രത്തിൻ്റെ രീതികൾ അതെപ്പോഴും കറക്റ്റ്, ലോജിക്കലി കറക്റ്റ് കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും തെറ്റ് ശാസ്ത്രത്തിന് പറ്റിയാൽ തന്നെ അവരിത് വീണ്ടും എക്സാമിൻ ചെയ്യുകയും എപ്പോഴും പരിശോധിക്കപ്പെടുകയും ചെയ്യും. ശാസ്ത്രം ഒരിക്കലും നമുക്ക് തെറ്റാണ് ശാസ്ത്രം എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ശരിയാണ്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ പലതും, അതായത് കണ്ടെത്തലുകൾ പലതും തെറ്റാകാം. അത് മനുഷ്യൻ്റെ പരിമിതി കൊണ്ടാണ്. മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് അവൻ ഏറ്റവും നല്ല സങ്കേതങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ ഇൻഫറൻസസ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള അവൻ്റെ ഉത്തരങ്ങൾ തെറ്റിപ്പോകാം. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ശാസ്ത്രം തന്നെ അതിൽ പലതും പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ഈ പുരാതന കാലത്ത്, അതായത് ഗലീലിയോയ്ക്കും കോപ്പർനിക്കസിനൊക്കെ മുമ്പുള്ള കാലത്ത്, അല്ലെങ്കിൽ ഗ്രീക്ക് സാഹിത്യം ഒക്കെ പടർന്ന് പന്തലിച്ചിരുന്ന ഗ്രീക്ക് ജ്ഞാനം പടർന്ന് പന്തലിച്ചിരുന്ന ആ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ശാസ്ത്രം നമ്മൾ ഇന്ന് വായിച്ചാൽ നമ്മൾ ചിരിച്ചു മറിയും. കാരണം അതുപോലെയാണ്, അതെല്ലാം അന്നത്തെ ശാസ്ത്രങ്ങളാണ്. അപ്പോൾ ശാസ്ത്രം ഓരോ കാലത്തും എവല്യൂഷന് വിധേയമായിട്ടുണ്ട്. ഓരോ സമയത്തും ശാസ്ത്രീയ സത്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ വ്യത്യാസമാണ്. എങ്കിലും നമുക്ക് ശാസ്ത്രത്തെ കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം അതാത് സമയത്ത് സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാനുഷിക സങ്കേതങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പരിമിതികളുള്ളവനാണെന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. മാൻ ഈസ് ലിമിറ്റഡ്. അവൻ്റെ ശക്തി, ഒരു കാര്യത്തെ നിർണ്ണയിക്കാനുള്ള അവൻ്റെ ശക്തി, വളരെ തലച്ചോറുള്ള ആൾക്കാരെയാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കുന്നത്. എന്നാൽ അവരുടെ തലച്ചോറ് പോലും ഈ പ്രകൃതിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, തീരുമാനിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് വ്യൂ, ഒരു എല്ലാം തികഞ്ഞ ഒരു കറക്റ്റ് അഭിപ്രായം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്നാഡിക്വേറ്റ് ആണ്, അപര്യാപ്തമാണെന്നുള്ളതാണ് സത്യം. കാരണം അത് മനുഷ്യൻ്റെ പരിമിതി തന്നെയാണ്. മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് തന്നെയാണ് ഈ ശാസ്ത്രത്തിലൂടെ മനുഷ്യന് സത്യത്തിൻ്റെ അടുത്തെത്താൻ കഴിയാത്തത്. അപ്പോൾ ശാസ്ത്രീയമായ മെത്തേഡ്സ് എപ്പോഴും ശരിയാണ്. കാരണം അത് ലോജിക്കലി കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഫറൻസസ്, അവർ ഈ രീതി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ സത്യമാകണമെന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അനേകം ശാസ്ത്രജ്ഞന്മാർ ഒരു കാലത്ത് വളരെ ശക്തമായി വേദപുസ്തകത്തിനെതിരെ, എങ്ങനെയാണ് സൃഷ്ടി നടന്നതെന്നുള്ളതിനെതിരെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്കറിയാം, ഇന്ന് ഒത്തിരി ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, പ്രപഞ്ചം ഉണ്ടായിട്ട് 6000 വർഷമേ ആയുള്ളൂ. ഇത് 7000ാമത്തെ വർഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് 7ാം മില്ലിനിയം, സഹസ്രാബ്ദത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 4000 വർഷമേ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇന്ന് പല ആൾക്കാരും അങ്ങനെ വെർബലി വിശ്വസിക്കാത്തവരും ഒത്തിരി പേരുണ്ട്. കാരണം അത് വളരെ അസംഭവ്യമായൊരു കാര്യമാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പല സാധനങ്ങളുടെയും കാർബൺ ഡേറ്റിംഗ് വെച്ച് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പ്രായം പല മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ശാസ്ത്രവും ബൈബിളും തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റ്? ഈ ദിനോസറുകളൊക്കെ ശരിക്കും ജീവിച്ചിരുന്നുവെങ്കിൽ ബൈബിളിൽ എന്താണ് അതിനെക്കുറിച്ച് അക്കൗണ്ട് ഇല്ലാത്തത്? ഇങ്ങനെയൊക്കെയുള്ള അനേകം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ ഉള്ള ഉത്തരം? എന്താണ് ഇതിൻ്റെ പോസിബിൾ ആൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രവും ദൈവത്തിൻ്റെ വചനവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മനുഷ്യൻ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ, അവൻ്റെ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് എഗ്രി ചെയ്യുമായിരുന്നു, അങ്ങോട്ട് എത്തുമായിരുന്നു. പക്ഷെ അങ്ങോട്ട് എത്താൻ പറ്റാത്തത് ഒരു പരിമിതിയാണ്. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. ശാസ്ത്രം ശരിയായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് ബൈബിൾ എന്ത് പറയുന്നു അതിലേക്ക് അൾട്ടിമേറ്റ്ലി എത്തും എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം.
കാരണം സമയത്തെക്കുറിച്ചുള്ള പഠനം തന്നെ വേദപുസ്തകം പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ഭൂമിയെ ഇങ്ങനെ ഒരു തികഞ്ഞ ഭൂമിയായി, ഫോസിലുകളൊക്കെയുള്ള വളരെ പ്രായമുള്ള ഒരു ഭൂമിയായിട്ട് ഇന്ന് ശാസ്ത്രം കാണുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ പലരും 4000 വർഷം പ്ലസ് 2000 6000 വർഷം മാത്രം ഇത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രവും വേദപുസ്തകവും തമ്മിൽ ഒരു ഫൈനൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം ശാസ്ത്രം ട്രൂത്ത്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ അത് സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് അത് എത്തുകയില്ലായിരിക്കാം. പക്ഷെ ശാസ്ത്രവും ബൈബിളും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ആന്തരികമായ ഒരു പെർമനൻ്റ് കോൺഫ്ലിക്റ്റ്, സ്ഥിരമായ ഒരു യുദ്ധമില്ല. ഈ യാത്രയിലുള്ള മനസ്സിലാക്കലുകളുടെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വചനത്തിൻ്റെ ടോട്ടൽ സത്യസന്ധത ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭൂമി എങ്ങനെ ഉണ്ടായി, അല്ലെ എത്ര നാളായി, എന്തുകൊണ്ടാണ് ഭൂമി ഇത്ര പ്രായമായി കാണപ്പെടുന്നത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ലളിതമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാം. ഒന്ന്, ചില ആളുകൾ പറയുന്നത് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇത്തിരി പ്രായമായ ഭൂമിയാണ് സൃഷ്ടിച്ചതെന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന ഒരു ഫോമിലുള്ളൊരു ഭൂമി. അപ്പോൾ ആദിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് ഫോം ഇല്ലാത്തതായിരുന്നു. ഇത് ഫോമായി വരാൻ കുറേ നാളുകളെടുത്തു. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമി തന്നെ ഒരു ഏജ്ഡ് ഭൂമിയാണ്. അതായത് സഫീഷ്യൻ്റ്ലി ഏജ്ഡ്, ആവശ്യമുള്ളത്ര പ്രായമുള്ളൊരു ഭൂമി. ഉദാഹരണത്തിന് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ 30 വയസ്സ് ഉണ്ടായിരുന്നായിരിക്കും, നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഹി വാസ് ആൻ അഡൽട്ട്. അപ്പോൾ അങ്ങനെ ഒരു അഡൽട്ട് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു, കാരണം അതിൽ വസിക്കാൻ സൗകര്യത്തിന് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ പ്രായം നോക്കി കഴിയുമ്പം, മനുഷ്യൻ്റെ പ്രായം നോക്കി കഴിയുമ്പോൾ, ആദമിൻ്റെ പ്രായം നോക്കി കഴിയുമ്പോൾ, ജനിച്ച ഉടനെ, അതുണ്ടായ ഉടനെ പ്രായം നോക്കിയാൽ 30 വയസ്സ് എന്ന് പറയുന്ന പോലെ ഭൂമിയെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ അതുണ്ടായ ഉടനെ തന്നെ അതിനൊരു മെച്യൂരിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കപ്പെട്ടത് തന്നെ ഒരു മെച്യൂറായ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഭൂമിയായിട്ടാണ്. ഇതാണ് ഒരു തിയറി. ഇതൊരു നല്ല തിയറിയാണ്, ശരിക്കും ഇത് സംഭവ്യമാണ് താനും. അപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതായിട്ട് കാണും. പക്ഷേ അത് ഈ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഭൂമി ദൈവം സൃഷ്ടിക്കുകയാണ്. അതായത് ഈസ് ബ്രിങ്ങിങ് ഫോർത്ത് ആൻ എർത്ത് വിച്ച് ഈസ് ഓൾഡ്. ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രായമായത്, പുതുതായിട്ടാണ് സൃഷ്ടിക്കുന്നത്, പക്ഷെ അത്രയും പ്രായമായ ഒരു ഭൂമി, മെച്യൂറായ ഒരു ഭൂമി. അതിനെ അളന്നു നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല മെച്യൂറായ പ്രായമായ ഒരു ഭൂമി പോലെ കാണപ്പെടും. അതാണ് ഒരു വാക്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ്, ഇതൊരു ആർഗ്യുമെൻ്റാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ള നോർമൽ ട്രാൻസ്ലേഷനിൽ നിന്ന് മാറി. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ ബാര എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എബ്രായ പദത്തിൻ്റെ അർത്ഥം ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ മാത്രം വായിച്ചാൽ പോരാ, അതിന് വേറൊരു സാധ്യതയുണ്ട്. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്ന് പറഞ്ഞാൽ ഒന്നാം വാക്യം, ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ, അതിനടുത്തുള്ള വാക്യവും ഈ വാക്യവും തമ്മിൽ വളരെ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്, ഗ്യാപ്പുണ്ട്. ഇതിന് ഗ്യാപ്പ് തിയറി എന്നാണ് പറയുന്നത്. അതായത് ഭൂമി ഉണ്ടായി, നല്ല ഭൂമിയെ സൃഷ്ടിച്ചു, ഈ ഭൂമി പാഴ് ശൂന്യമായി തീരാനുള്ളൊരു കാലഘട്ടം, അതൊരു മില്യൺസ് ഓഫ് ഇയേഴ്സാണ്. ആ സമയത്താണ് ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്നതെന്നും അതിനുശേഷം ആണ് ഈ റിക്രിയേഷൻ ദൈവം ചെയ്യുന്നതെന്നുമാണ് ചില തിയറിസ്റ്റുകൾ പറയുന്നത്. ഇനി വേറെ മൂന്നാമത് ആളുകൾ ചിന്തിക്കുന്നത്, ഈ ദിവസങ്ങൾ, ഓരോ ദിവസവും സന്ധ്യ ഉഷസായ 1-ാം ദിവസം എന്ന് പറയുന്ന ഈ ദിവസം ഭൂമിയിലെ സോളാർ ദിവസങ്ങളല്ല, അത് പ്രപഞ്ചത്തിൻ്റെ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ഡേയ്സ് ആണ്, വളരെ ദീർഘമുള്ള ദിവസങ്ങളാണ് എന്നും, അത് കോസ്മിക് ഡേകളാണ്, ദിവസങ്ങളാണ്. ഭൂമിയിൽ സൂര്യനൊക്കെ വരുന്നതിന് ശേഷമാണല്ലോ, അതുകൊണ്ട് ഈ ഭൂമിയും സൂര്യനൊക്കെ ഈ രീതിയിലാകുന്നതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ദിവസങ്ങൾ എണ്ണപ്പെടുന്നത് കൊണ്ട് അത് സൂര്യനെ ആസ്പദമാക്കിയുള്ള ഇന്ന് നമ്മൾ നോക്കുന്ന സോളാർ ഡേയ്സ് അല്ല, പ്രപഞ്ചത്തെ ആസ്പദമാക്കി നോക്കുന്ന കോസ്മിക് ഡേയ്സ് ആണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തിയറികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു നോക്കിയാൽ ശരിയായിട്ട് തോന്നാം. അപ്പോൾ വേറൊരു ആൾക്കാർ പറയുന്നത്, ഈ ദിനോസറുകളൊക്കെ മരിക്കാനുള്ളൊരു കാരണം, അത് ഈ മനുഷ്യൻ വീണു പോകുന്നതിന് മുമ്പ് തന്നെ മൃഗങ്ങൾക്ക് മരണം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് പക്ഷേ ബൈബിളിൽ അങ്ങനെ ഒരു പ്രൂഫ് ഇല്ലാതെയാണ് ആളുകളത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല തിയറികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പല തിയറികളിൽ ഏതാണ് ഏറ്റവും ആഡിക്വേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ രസകരമായൊരു കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏതായിരിക്കും ഏറ്റവും
ബൈബിൾ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു തിയറി. നമുക്ക് ഈ തിയറികളെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കാം, ഇതിനെല്ലാം ലോജിക്കലി സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ഇത്തിരി പ്രായമായ ഭൂമിയായിരുന്നു. ഓക്കെ, അതിന് ലോജിക്കൽ സപ്പോർട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ ദിവസങ്ങൾ ലോങ് ദിവസങ്ങളായിരുന്നു, കോസ്മിക് ദിവസങ്ങളായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി കറക്റ്റാണ്. ബൈബിളിൽ വാക്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഉൽപ്പത്തിയിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം പറയുന്ന ഭൂമി പാഴുശൂന്യമായി തീർന്നു എന്ന് പറയുന്ന ആ പ്രയോഗം, അതായത് നേരത്തെ ഒരു നല്ല യൂണിവേഴ്സ് ഉണ്ടായിരുന്നു, അത് വീണുപോയി, അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ അറേഞ്ച്മെൻറ്റ് ദൈവം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരും, അതിനും ലോജിക്കുണ്ട്, അതിനൊരു വചനവുമുണ്ട്. പക്ഷേ വചനത്തിൻ്റെ വ്യാഖ്യാനം കറക്റ്റാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ പല തിയറികളിൽ ഏത് തിയറിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്? വചനപ്രകാരം ഒരു സാധ്യതയുള്ളത്. നമുക്ക് ലോജിക്കലി ഇത് 3 സാധ്യമാണ്. എന്നാൽ വചനപ്രകാരം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് തിയറിക്കാണ്? എന്ത് രീതിയിലാണ് നമ്മൾ ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ, ഈ രീതിയിൽ ഇതുണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. കാരണം വചനപ്രകാരം ഏതാണ് ശരി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു പഠനമാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തെയും നിത്യജീവനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമ്മൾ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ചാണ് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ തന്നെ അയച്ചതെന്ന് അങ്ങയുടെ സ്നേഹം ഞങ്ങളോട് കാണിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. അത് അങ്ങ് ആരെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. ഈ വലിയ വെളിപ്പാടിലേക്ക് ഞങ്ങളെ നയിച്ച സൃഷ്ടിതാവായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ കൈ തന്നെയാണ് ഞങ്ങളെ മെനഞ്ഞത്, അങ്ങയുടെ കൈ തന്നെയാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണ്. കർത്താവെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?